ഇന്ന് നമുക്ക് മുട്ട സിർക്ക തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ, മട്ടൻ എന്നീ കറികളുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം അരി കുതിർത്ത് വെക്കണം. ഞാനിവിടെ 2 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന ആ നേരിയ അരി. ഇതിനെ നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഞാനിവിടെ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. പൊന്നിയരിൻ്റെ ചോറാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ചോറാണുള്ളത് ആ ചോറ് 2 പിടി ഇതിലേക്ക് ചേർക്കാം. 2 മുട്ട, നാല് ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ഒരു കപ്പ് വെള്ളം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, കാരണം ഈ ഒരു മാവ് കുറച്ച് കട്ടിയായിട്ട് തന്നെ വേണം. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മുട്ട സിർക്ക ശരിക്കും ആയി വരില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് വെള്ളം ഒഴിക്കുക. അതിനോട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് കട്ടിയായിട്ടുള്ള മാവ് തന്നെയാണിത്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിക്കാം. മാവ് ഒഴിക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം വേണം ഒഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിടാം. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു മുട്ട സിർക്ക എന്ന് പറയുന്നത് ഇത് മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഇതിനുള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും അല്ലേ. ഇങ്ങനെ മുഴുവൻ മാവ് നമുക്ക് ഒഴിച്ച് മുട്ട സിർക്ക ചുട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.